നമസ്കാരം. ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഇംഗ്ലീഷ് ഭാഷയുടെ കഥയാണ്. കൊണ്ടും കൊടുത്തും വളർന്ന ഭാഷയാണ് ഇംഗ്ലീഷ്. ലോകത്ത് ഇന്ന് ഏറ്റവും അധികം രാജ്യങ്ങളിൽ ഉപയോഗിക്കുന്ന ഭാഷയാണ് ഇംഗ്ലീഷ്. ലോകഭാഷ എന്ന വിശേഷണം അതുകൊണ്ട് ഇംഗ്ലീഷിന് ലഭിച്ചിട്ടുണ്ട്. ബ്രിട്ടീഷ് കൗൺസിലിൻ്റെ കണക്കനുസരിച്ച് ലോകത്ത് 150 കോടിയോളം ആളുകൾ സംസാരിക്കുന്ന ഭാഷയാണ് ഇംഗ്ലീഷ്. കമ്പ്യൂട്ടറിൻ്റെയും മറ്റ് സാങ്കേതിക വിദ്യകളുടെയും വരവോടെ സാങ്കേതിക ഭാഷ എന്ന നിലയിലും ഇംഗ്ലീഷ് പ്രശസ്തിയേറിയ ഒരു ഭാഷയായി മാറി. യഥാർത്ഥ ഇംഗ്ലീഷ് എന്നുള്ളത് പല നാട്ടിലും പല രൂപവും ഭാവവുമാണ് ഇംഗ്ലീഷിനുള്ളത്. ഇംഗ്ലീഷ് എങ്ങനെ ഇത്രയധികം നാടുകളിൽ സംസാര ഭാഷയായി എന്നുള്ളതിൻ്റെ ഉത്തരം വളരെ ലളിതമാണ്. ലോകത്തെ ഏറ്റവും അധികം രാജ്യങ്ങളെ കോളനികളാക്കിയ രാജ്യം ബ്രിട്ടനാണ്. ബ്രിട്ടൻ്റെ കോളനികളിലൂടെയാണ് അവരുടെ ഭാഷ ലോകം മുഴുവൻ എത്തിയത്. ഓരോ നാടിനും ഓരോ രീതിയിൽ ആ ഭാഷ വളർന്നു. ഇന്ന് ഐക്യരാഷ്ട്രസഭ എന്ന സംഘടന അടക്കമുള്ള രാജ്യാന്തര സംഘടനകളുടെയും ഒട്ടേറെ രാജ്യങ്ങളുടെയും ഔദ്യോഗിക ഭാഷയായി ഇംഗ്ലീഷ് മാറിക്കഴിഞ്ഞു. അനുദിനം മാറുന്ന ഭാഷ എന്ന നിലയിൽ ഇംഗ്ലീഷ് മലയാളത്തിൽ നിന്ന് പോലും പല വാക്കുകൾ കടമെടുത്തിട്ടുണ്ട്. കൂടാതെ സാങ്കേതികവിദ്യയിലും ജീവിത രീതിയിലും വന്ന മാറ്റം അതിനെ സ്വാധീനിച്ചു. വ്യാകരണത്തെക്കാൾ വേഗത്തിൽ വാക്കുകളിലാണ് മാറ്റമുണ്ടാകുന്നത്. പതുക്കെയാണെങ്കിലും ഇംഗ്ലീഷ് വ്യാകരണത്തിലും മാറ്റമുണ്ടാകുന്നു. പണ്ടത്തെ പല തെറ്റുകളും കാലാന്തരങ്ങളിൽ അത് ശരിയായി മാറി. ലോകത്ത് 150 കോടിയോളം ആളുകൾ ഇംഗ്ലീഷ് സംസാരിക്കുന്നുണ്ട്. അവരിൽ ഭൂരിപക്ഷത്തിൻ്റെയും രണ്ടാം ഭാഷയാണ് ഇംഗ്ലീഷ്. അതുകൊണ്ട് തന്നെ അവരുടെ മാതൃഭാഷയിൽ നിന്ന് പലതും ഉൾക്കൊണ്ട് ഇംഗ്ലീഷ് ഇനിയും ഒരുപാട് മാറുകയും വളരുകയും ചെയ്യും. ബ്രിട്ടനിലെ ലോകപ്രശസ്ത സർവകലാശാലകളാണ് ഓക്സ്ഫോർഡ് സർവകലാശാലയും കേംബ്രിഡ്ജ് സർവകലാശാലയും. തുടക്കത്തിൽ ഇംഗ്ലീഷിന് എതിരായിരുന്നു അവർ. ഇംഗ്ലീഷിനേക്കാൾ കേമൻ ഭാഷ ലാറ്റിൻ ഭാഷയും ഗ്രീക്ക് ഭാഷയും ആണെന്നായിരുന്നു അന്ന് ആ രണ്ട് യൂണിവേഴ്സിറ്റികളിലെയും പ്രൊഫസർമാരുടെ വാദം. ഓക്സ്ഫോർഡിൽ 1894 മുതലും കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിൽ 1911 മുതലുമാണ് ഇംഗ്ലീഷ് ഭാഷയും സാഹിത്യവും പഠിപ്പിച്ചു തുടങ്ങിയത്. ആരുടെ ഭാഷയാണ് ഇംഗ്ലീഷ്? അതൊരു തർക്കമാണ്. ബ്രിട്ടീഷുകാർ എന്ന് നമുക്ക് ഒറ്റയടിക്ക് പറയും.